ഹായ് ഫ്രണ്ട്സ്, മക്കീട്ട അലുമിനിയം കട്ടറിൻ്റെ ഡിഗ്രി തെറ്റിക്കഴിഞ്ഞാൽ, അലൈൻമെൻറ്റ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. 48 ഡിഗ്രി 90 ഡിഗ്രി ഒക്കെ ശരിയാവാത്ത പ്രശ്നം വരുമ്പോൾ ഫാബ്രിക്കേറ്റർമാർ ബുദ്ധിമുട്ടുന്ന കാര്യം എനിക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു പഴയ അലുമിനിയം കട്ടറാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റി കിടക്കുകയാണ്. ഈ കട്ടർ വാങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു മട്ടം കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മട്ടം കിട്ടും, ട്രൈ സ്ക്വയർ. ആ സാധനം വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഇതിൻ്റെ 48 ഡിഗ്രി ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിയും. അതിന് പകരം ഉണ്ടാക്കിയതാണ്, ഹൈലം ഷീറ്റായിട്ട് ഉണ്ടാക്കിയാണ് ഈ സാധനം. ഇതുമായി ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഡിഗ്രി തെറ്റിക്കിടക്കുകയാണോ അല്ലയോ എന്നുള്ളത്. ഈ മട്ടം PVC ഷീറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, കറക്റ്റ് ലെവൽ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ലെവൽ എല്ലാ സൈഡും തെറ്റാണ്. അപ്പം നമുക്ക് ഈ ലെവൽ എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം. ഇതിൻ്റെ ബെവൽ സ്കെയില്, അതായത് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്ന സാധനമാണിത്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും, നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് മറ്റേത് പഴയത് ചീന്തി എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കാം. അത് ഒട്ടിക്കുമ്പോൾ നമ്മൾ പഴയത് പറിച്ചെടുത്തതിന് ശേഷം അവിടുത്തെ പശയൊക്കെ ഒന്ന് ചിരണ്ടി കളയണം. ഇതിന് ബാക്കിലൊരു സ്റ്റിക്കറാണ് വരുന്നത്. ഈ സ്റ്റിക്കർ ചീന്തി കളഞ്ഞ് നേരിട്ട് ഒട്ടിക്കാം. ഇനി അഥവാ ഒട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഫ്ലക്സ് കിക്കോ അങ്ങനെ വല്ലതും ഉപയോഗിച്ച് ഒട്ടിക്കാവുന്നതാണ്. ഇത് കറക്റ്റാകാൻ വേണ്ടി സെൻറ്ററിൽ ഒരു റൗണ്ട് ഒരു ഗാഡി പൊന്തിക്കുന്നുണ്ട്. അതിലേക്ക് ഈ സ്റ്റിക്കറിൻ്റെ സെൻറ്ററിൽ ഒരു തുളയുണ്ട്. ഈ തുളയിൽ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചാൽ മതി. ഒട്ടിച്ചതിന് ശേഷം മുകളിലത്തെ ലാമിനേഷൻ ചീന്തി കളഞ്ഞാൽ പുതിയ കട്ടർ മാതിരി തന്നെ നല്ല ക്ലിയറായിട്ട് ബെവൽ സ്കെയിൽ തെളിഞ്ഞ് കാണാൻ കഴിയും. ഇതിൻ്റെ നാടാണ് കൊടിക്കുന്ന്. എൻ്റെ ഷോപ്പാണിത്, ഫാൻറ്റാസ്റ്റിക് അലുമിനിയം ഫാബ്രിക്കേഷൻ. അപ്പോൾ നമുക്ക് 2 പീസ് കട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ഡിഗ്രി 90 ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1.25 പീസാണ് എടുത്തിരിക്കുന്നത്. അത് 2 വേസ്റ്റ് പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇത് ഒരെണ്ണം വേസ്റ്റ് പീസ്, ഒരെണ്ണം നീളമുള്ള പീസുമാണ്. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ട്രൈ സ്ക്വയർ വെച്ചിട്ട് നോക്കിയിട്ട് കാര്യമില്ല, കറക്റ്റ് ലെവലുള്ള ട്രൈ സ്ക്വയർ വെച്ചിട്ട് നോക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചുള്ള ഹൈലൻ ഷീറ്റായിട്ട് ഉണ്ടാക്കി വെച്ചുള്ള സാധനമാണ്. അത് വെച്ച് നോക്കിയപ്പോൾ ഇത് ലെവൽ തെറ്റാണ്. ഇത് PVC ആയിട്ട് ഉണ്ടാക്കിയുള്ള മട്ടാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു വീഡിയോ ഞാനിടാം. ലെവൽ കണ്ടോ, ഗ്യാപ്പാണ്. ഇത് ഗ്രിപ്പിൻ്റെ അടിയിൽ 2 സ്ക്രൂ വരുന്നുണ്ട്. അടിയിലൊരു ക്ലാമ്പ് ഉണ്ട്. ആ ക്ലാമ്പാണ് ഗാഡിയിലേക്ക് ചാടിച്ച് കൊണ്ടുപോകുന്ന സാധനം. അതിന് 2 സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ ലൂസായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി തെറ്റാൻ ചാൻസ് ഉണ്ട് എന്നല്ല, അത് ലൂസായിരുന്നു കഴിഞ്ഞാൽ ഈ സാധനം ആടി കളിക്കാൻ തുടങ്ങും. ആ ഗാഡിയിൽ കിടന്നിട്ട് ആടി കളിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഡിഗ്രി പൊസിഷനിൽ ചാടി നിൽക്കില്ല. അപ്പോൾ നമുക്കത് കറക്റ്റ് ഡിഗ്രി പൊസിഷനിൽ വെച്ചിട്ട് മാർക്കിങ്ങിൽ വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റ് വെച്ച് ടൈറ്റ് ചെയ്താൽ തന്നെ ഒരുവിധം ഡിഗ്രി പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവാറുണ്ട്. പക്ഷേ ഈ പഴയ കട്ടറൊക്കെ വരുമ്പോൾ അതുകൂടാണ്ട് വേറെയും പല അലൈൻമെൻറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം.
ഇനി നമുക്കൊരു പീസ് കട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 45 ഡിഗ്രി കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഗ്രിപ്പ് ടൈറ്റ് ചെയ്യുന്ന ഗ്രിപ്പ് നിങ്ങൾ ഒരിക്കലും ഓവർ ടൈറ്റ് ആക്കരുത്. കാരണം കാസ്റ്റ് അയൺ ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരുന്നത്. ആ സാധനം അവിടെ പൊട്ടിപ്പോവും. ഇത് കട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഡിഗ്രി ഇത് കറക്റ്റല്ല, ഒന്നുകൂടി കംപ്ലൈൻ്റ് ആയിരിക്കണം. കാരണം നമ്മൾ മാർക്കിങ്ങിൽ കറക്റ്റ് 48 ഡിഗ്രിയിൽ ആ മാർക്കിങ്ങിൽ കറക്റ്റ് ഗ്രിപ്പ് കൊണ്ടുപോയി വെച്ച് അതിൻ്റെ ഏരോ മാർക്ക് കറക്റ്റ് കൊണ്ടുപോയി വെച്ച് സ്ക്രൂ ടൈറ്റാക്കി. എന്നിട്ട് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ലെവൽ നല്ല തെറ്റാണ്, ഒന്നും കൂടി കൂടുതലാവുക ചെയ്തത്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന ഗൈഡ് ഫെൻസ് എന്ന് പറയുന്ന സാധനമാണ്. ഈ ഫെൻസ് അങ്ങോട്ട് കൊണ്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈൻമെൻറ്റ് തെറ്റും. അപ്പോൾ അത് എങ്ങനെ ശരിയാക്കാം എന്നുള്ളത് നോക്കാം. ഫെൻസിന് 4 ബോൾട്ടാണ് വരുന്നത്. ഇതിൽ ബോൾട്ട് നമ്മൾ ചെറുതായിട്ട് ലൂസാക്കി വെച്ച് കൊടുക്കുക. ഓരോ ബോൾട്ടും കുറേശ്ശെ ലൂസാക്കി വെച്ച് കൊടുക്കുക. 2 സൈഡിലായിട്ടാണ് 4 ബോൾട്ട് വരുന്നത്. ശ്രദ്ധിക്കണേ, ഈ സാധനം കാസ്റ്റ് അയൺ ആണ് പ്ലാറ്റ്ഫോം. ഇരുമ്പിൻ്റെ ഒരു സാധനമായിട്ട് നല്ലൊരു അടി കിട്ടിയാൽ പൊട്ടും. രണ്ട് സൈഡ് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഒരു മരക്കഷ്ണം കൊണ്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും പതുക്കെ മേടിയതിന് ശേഷം എവിടേക്കാണ് തിരിയാനുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക. ഈ ബോൾട്ട് ആവശ്യത്തിന് ടൈറ്റിൽ വെക്കണം, ഓവർ ടൈറ്റ് ആക്കരുത്, ആവശ്യത്തിന് ടൈറ്റാക്കി വെക്കണം. ക്ലിയറാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് ടൈറ്റാക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് പഴയ പോലെ ആവും. ഇത് ഈ തല മുതൽ ആ തല വരെ ഒറ്റ പീസാണ് കേട്ടോ. 4 ലൂസാക്കിയതിന് ശേഷമാണ് നമ്മൾ മേടിയിട്ട് ലേശം തിരിക്കേണ്ടത്. അതിന് മരക്കട്ട തന്നെ ഉപയോഗിക്കണം. ആദ്യം നമുക്കിത് എത്ര തിരിഞ്ഞേണ്ടത് അറിയാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. തിരിക്കുന്നതിൻ്റെ മുന്നേ നമുക്കൊരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. 2 സൈഡിലും ഓരോ മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡിലും മാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. മറ്റേ ഒരു സൈഡിൽ ചെറിയ ഗ്യാപ്പ് കൂടിയാന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സിലാവില്ല. 2 സൈഡിലാകുമ്പോൾ ഒരു സൈഡിൽ ലൈനിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ലൈന് കാണാണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അതേപോലെ പതുക്കെ മേടിയിട്ട് കുറേശ്ശെ തിരിച്ചു കൊടുക്കുക. ആദ്യം ഓവറായിട്ട് മേടി തിരിക്കാൻ ശ്രമിക്കേണ്ട. ഓവറായിട്ട് തിരിയുമില്ല, ആ ബോൾട്ടിൻ്റെ ഉള്ളിലുള്ളൊരു ചെറിയ ഗ്യാപ്പ് അത് മാത്രമേ തിരിയുള്ളൂ. തിരിച്ചതിന് ശേഷം ബോൾട്ടുകൾ ടൈറ്റാക്കി കൊടുക്കുക. ആവശ്യത്തിന് ടൈറ്റിൽ വെച്ച് കൊടുക്കുക. ഓവർ ടൈറ്റ് ആക്കണ്ട, കാസ്റ്റ് അയണാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കട്ട് ചെയ്ത പിസറൊക്കെ ഒന്ന് ഉരച്ചിട്ട് വെച്ച് നോക്കണം കേട്ടോ. പിസറ ഇടയിൽ കൂടി കഴിഞ്ഞാൽ ഡിഗ്രി തെറ്റുണ്ടാവും. ഡിഗ്രി കറക്റ്റായിരിക്കണം. ഇപ്പോൾ കറക്റ്റ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് നാലുക്കര സെക്ഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ടർ ചെരിച്ച് വെക്കണം. കട്ടർ ഒരു സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ടാണ് നമ്മൾ 45 ഡിഗ്രി കട്ട് ചെയ്യുക. ഇത് ലെവൽ പോയി കഴിഞ്ഞാൽ, ഡിഗ്രി പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുതേ. ഓക്കെ, ബൈ.